ഹായ്. അപ്പോൾ ഹാവ് എ നൈസ് ഡേ. എന്താ കാര്യം വെച്ചാൽ ഹാവ് എ ഗുഡ് ഡേ അല്ലെങ്കിൽ ഗുഡ് ഈവനിങ് ഗുഡ് നൈറ്റ് ഒക്കെ പറയണേക്കാളും ഹാവ് എ ഗുഡ് ഡേ. അപ്പം ഇന്നത്തെ ദിവസം നന്നാവട്ടെ. കാരണം ഒന്ന് മാത്രം ചിന്തിക്കുക, പോസിറ്റീവ് വ്യക്തികളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ഞാൻ പലപ്പോഴും പല മീറ്റിങ്ങുകളിൽ പോണ സമയത്ത് പലർക്കും നമ്മളോടുള്ള ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ പോസിറ്റിവിറ്റിയാണ്. എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം, അതൊന്നും ഞാൻ ലോകത്തിന് അറിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഐ ഷുഡ് ഓൾവേസ് ബി ഹാപ്പി. ഐ ഷുഡ് കാരണം എല്ലാവരും വേദനിക്കുന്ന വ്യക്തിയാണ്. ഈ ഭൂമിയിലെ എല്ലാവർക്കും വലിയ വിഷമങ്ങളും വേദനകളാണ്. അവരെ സഹായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ, അവരെ വിഷമങ്ങൾ നമുക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ, നമുക്ക് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന്, ഇതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്താ കാര്യം വെച്ചാൽ ആ നമ്പർ അവിടെ സ്റ്റക്കായിട്ടാണ് കാണുന്നത്. പുതിയ ആൾക്കാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. പിന്നെ പല ആൾക്കാർ ഈ ക്ലാസ് കേൾക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വിഷയമില്ല. ആഹ് എന്നെ കേൾക്കാൻ താല്പര്യമുള്ള ഏത് വ്യക്തിയാണെങ്കിലും ഏത് കമ്പനിയിലത്തെ വ്യക്തിയാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടും. കാരണം ഒന്ന് മാത്രമല്ലോ, ഡയറക്റ്റ് സെല്ലിംഗ് ഒരു ഫ്യൂച്ചറാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൻ്റെ ഫ്യൂച്ചർ ഇൻഡസ്ട്രിയിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇന്ത്യൻ കമ്പനിയിൽ നിങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അത് വിദേശ കമ്പനി ആണെങ്കിലും എനിക്ക് വിഷയമൊന്നുമില്ല കേട്ടോ. കാരണം ആരാണെങ്കിലും എവിടെയാണെങ്കിലും രക്ഷപ്പെടണം, അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം രക്ഷപ്പെടാനുള്ള ഒരു ശാസ്ത്രമാണ് ഇവിടെ ഞാൻ പഠിപ്പിക്കുന്നത്. ക്രിയേറ്റ് എ ലീഡർ. കഴിഞ്ഞ തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയം എന്തായിരുന്നു? ജോയിനിങ്ങിൻ്റെ കുറേ വിഷയങ്ങളായിരുന്നു അല്ലേ? അതിൽ ഇനിയും കുറേ ടോപ്പിക്കുകളുണ്ട്. നമുക്ക് പതുക്കെ പതുക്കെ പലതും ഞാൻ മുന്നേ കവർ ചെയ്തിട്ടുണ്ട്, പലതും ഇനി കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്താണ് ഇതിൽ ക്രിയേറ്റ് എ ലീഡർ. അപ്പം ഒരു ലീഡറിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ചില സൂത്രങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. അപ്പോൾ ഒന്ന്, എന്താണ് നമ്മൾ പറയുന്നത്? ഹൗ ടു ക്രിയേറ്റ് എ ലീഡർ. എക്സ്പ്ലെയിൻ ദം ദിസ് തിയറി. നൗ ടെൽ ദം ദാറ്റ് യു മസ്റ്റ് ബി എ റെയർ വൺ. അപ്പം എന്താ കാര്യം വെച്ചാൽ ഒന്ന് മാത്രം മനസ്സിലാക്കുക, ഒരു ലീഡർ ആവണമെങ്കിൽ എന്താണ്, നിങ്ങൾ സ്പെഷ്യൽ ക്വാളിറ്റി വ്യക്തിയായിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം നമ്മുടെ പ്രൈം മിനിസ്റ്ററിനെ നമ്മൾ നോക്കാം. ഒരു ഡൈനാമിക് പേഴ്സണലി നമ്മൾ നേരിട്ട് അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ആ സമയത്താണ് നമുക്ക് മനസ്സിലാവുക സംഗതി ആ വ്യക്തി ഏത് കൂട്ടായ്മ എന്താണെന്ന് അവിടെ വിഷയമില്ല. ദർ ഈസ് എ റേഡിയൻസ് ഇല്ലേ? പല മതത്തിലുള്ള എല്ലാ മതത്തിലും ഒരുപാട് നല്ല പവർഫുൾ വ്യക്തികളുണ്ട്. അവരുടെ അടുത്ത് നിന്ന് പോണ സമയത്ത് എന്താണെങ്കിലും നമുക്ക് താനെ അവരെ റെസ്പെക്ട് ചെയ്യണം എന്നൊരു തോന്നൽ വരും. അപ്പം ഒന്ന് മാത്രം മനസ്സിലാക്കുക, ആ വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോയിൻ ചെയ്ത് 24 മണിക്കൂർ വർക്ക് ചെയ്യുന്ന പലരും യഥാർത്ഥത്തിൽ ഫ്യൂച്ചർ ലീഡേഴ്സാണ്. ഞാനിത് പറയാൻ കാരണം എനിക്ക് നല്ല വിഷമമുണ്ട് ഇത് പറയുന്ന സമയത്ത്. പല കമ്പനികൾ വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാർക്ക് നല്ല വ്യക്തികളെ കിട്ടി, ഒരു 10-15 നല്ല വ്യക്തികളെ കിട്ടി. ഈ 10-15 ആൾക്കാരും ഡെയിലി അവർ വർക്കൗട്ട് ചെയ്തിരുന്നു. പറ്റെങ്കിൽ അവർ ഫുൾ ഡേ ഈ വർക്ക് തന്നെയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ലാസ്റ്റ് ഉണ്ടായത് ആ വ്യക്തിൻ്റെ ഫോളോ അപ്പ് കറക്റ്റ് ഇല്ലാത്ത കാരണം കൊണ്ട് ഒരു കുറച്ച് മാസങ്ങളോ ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം ആ പാവം ജോയിൻ ചെയ്തിരിക്കുന്ന ആ വ്യക്തികൾ തിരിച്ച് സാധാരണ ജോലിയും തപ്പി അവർ പോയിരിക്കാം. ഇതിൻ്റെ കുറ്റക്കാരനാരാ? നമ്മളാ. ഞാൻ 24 മണിക്കൂർ എൻ്റെ കൂടെ യഥാർത്ഥത്തിൽ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യുന്ന വ്യക്തിൻ്റെ കൂടെ ഉണ്ടായേ പറ്റൂ. കാരണം 10-1 അല്ലെങ്കിൽ 100-10% മാത്രമേ കിട്ടുള്ളൂ. ആ 10% ആൾക്കാരെയും ലീഡറാക്കി മാറ്റാൻ എന്നെ കൊണ്ട് പറ്റില്ലെങ്കിൽ 100% അത് എൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കുറവ് തന്നെയാണ്. അപ്പോൾ അവരോട് ഒന്ന് പറയാം, നിങ്ങൾ ഈ സിസ്റ്റത്തിൽ വന്നത് തന്നെ ബിക്കോസ് യു ആർ എ ഡയമണ്ട്. അപ്പം നിങ്ങളാണ് റെയറാണ്, നിങ്ങൾ വളരെ റെയറാണ്. അപ്പം ഇത് ഫസ്റ്റ് ഡേ തന്നെ പറയണം. ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ അവരെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവരെ ഫോക്കസ് ചെയ്യണം. ആ ആദ്യത്തെ ഇംപ്രഷൻ തന്നെയാണ് വലുത്. കാരണം ഇവിടെ ഏതൊരു മേഖല നോക്കാം, നമ്മൾ ഏതെങ്കിലും സ്ഥലത്ത് പോയി ഇപ്പോൾ കോളേജുകളിലൊക്കെ പോണ സമയത്ത് സ്ത്രീകൾ പുരുഷന്മാർ അങ്ങനെയുള്ള പലതും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇംപ്രഷൻ തന്നെയാണ് ബെസ്റ്റ്. അതിന് നമ്മൾ ഫസ്റ്റ് ലവ് എന്നൊക്കെ പറയുന്നത് അല്ലേ. പിന്നെ സെക്കൻഡും തേർഡൊക്കെ ഉണ്ടാവും, അത് വേറെ വിഷയങ്ങൾ. പക്ഷെ ഫസ്റ്റ് തന്നെയാണ്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇതേ പ്രകാരം തന്നെ നിങ്ങൾ ഫസ്റ്റിൽ എങ്ങനെയാണ് നിങ്ങൾ ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അത് പ്രകാരം ആ ലീഡർ ഉണ്ടാവും. കൺസിസ്റ്റൻസി, ബി ദെയർ ഇൻ കോണ്ടാക്ട് എവ്രി ഡേ. എല്ലാ ദിവസവും ആ വ്യക്തിനെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കൂ. ഒരുപക്ഷെ ബിസിനസ് അല്ലാതെ തന്നെ അവരയിൽ കുറവുകൾ ബുദ്ധിമുട്ടുകൾ. ഞാനൊരു കാര്യം പറയട്ടെ, എവ്രി വ്യക്തിക്ക് വ്യത്യസ്തമായ ഒരു പ്രോബ്ലമാണ്.
ചിലർക്ക് ജോലിയാണ്, ചിലർക്ക് പ്രഷറാണ്, ജോലിന്റെ പ്രഷറാണ്, ചിലർ ആ സിറ്റുവേഷനുകൾ, ചിലവരുടെ ഫാമിലി സിറ്റുവേഷനുകൾ പലതുണ്ട്. ഇതൊക്കെ അറിഞ്ഞതിന് ശേഷവും അതിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയായി നമുക്ക് മാറാൻ സാധിച്ചാൽ, നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമുക്ക് ശ്വാസം നിർത്താൻ പറ്റോ? മാക്സിമം കുറച്ച് സെക്കൻഡുകൾ കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ ചിലവർക്ക് ഒരു ഒരു മിനിറ്റോ 2 മിനിറ്റ്, പക്ഷെ അതിന്റെ അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ചത്തു, നമ്മൾ മരിച്ചു പോകും. അപ്പൊ നിങ്ങളായിരിക്കണം അവരെ ശ്വാസം, അവരെ ലൈവ് വെക്കണം, അവരെ വല്ലാണ്ട് ഡോസേജ് അല്ല കൊടുക്കണ്ട, അവരെ ലൈവാക്കി വെക്കാൻ. ഇന്നലെ ഒരു സംഭവം സംഭവിച്ചിട്ടാ, മിഞ്ഞാന്നൊരു സംഭവം സംഭവിച്ചിട്ടാ, അങ്ങനെ കൺസിസ്റ്റന്റ്ലി അവർക്ക് ഡെയിലി അവർക്ക് ആ ഹൈലൈറ്റുകൾ കൊടുത്തോണ്ടിരിക്കും. ഇവിടെ പലരും ചെയ്യുന്ന ഒരു തെറ്റ് ഞാൻ കണ്ടിട്ട്, വാട്സാപ്പിൽ ലോഡ് കണക്കിന് അച്ചീവ്മെന്റുകൾ ഇടുന്നുണ്ട്. ഇടണ്ടെന്ന് ഞാൻ പറയില്ല. ലോഡ് കണക്കിന് അച്ചീവ്മെന്റ് ഇടുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്നറിയോ? അതിൽ ഏകദേശം 90% ആൾക്കാർ ആ വാട്സപ്പ് തുറക്കാറില്ല. ഹൈ ലോഡായി. യഥാർത്ഥത്തിൽ അവിടെ അല്ല ബൊമ്പാർഡ് ചെയ്യേണ്ടത്. ഡെയിലി മീറ്റിങ്ങുകൾ എടുക്കുന്ന സമയത്ത് അതാത് വ്യക്തികളെ ഹൈലൈറ്റ് ചെയ്തിട്ട് അവരുടെ അനുഭവങ്ങൾ, ഇതൊക്കെ അവർക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ടുകൾ, അവർക്ക് കൊടുത്തിരിക്കുന്ന പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ കണ്ടിന്യൂവേഷൻ ഇങ്ങനെ വെച്ചാൽ, അപ്പോൾ ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ ഇരിക്കണം, ലൈവ് മീറ്റിങ്ങിലായിരിക്കണം, ഡെഡ് മീറ്റിങ്ങിലായിരിക്കരുത്. അപ്പോൾ അവിടെയാണ് ഇമ്പോർട്ടൻ്റ്. പിന്നെ പ്രഷർ അല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. എന്താണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്? പ്ലഷറാണ് എന്ന് പറഞ്ഞ സന്തോഷമാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. വെൻ ഐ എം ലൂസ് ഐ വിൽ ലൂസ് ദ ലീഡർ. ഞാൻ ലൂസായാൽ, ഞാൻ സ്വയം കിടന്നുറങ്ങിയാൽ എൻ്റെ ടീം എൻ്റെ കയ്യിൽ നിന്ന് പോവും മക്കളെ. ഞാൻ എന്ന് ഫോളോ അപ്പ് നിർത്തണോ അന്ന് എൻ്റെ ടീം ചാവും സാർ. ഞാൻ എന്നാണ് മടി പിടിക്കുന്നത് അന്ന് എൻ്റെ ടീം എൻ്റെ കയ്യിൽ നിന്ന് പോകും. പിന്നെ അവരുടെ വർക്ക് സ്റ്റോപ്പ്. എന്നെ ഒരു കമ്പനീൻ്റെ വലിയൊരു ഡയമണ്ട് ലീഡർ എന്നോട് പഠിപ്പിച്ചതാ, ഇന്നും എൻ്റെ മനസ്സിൽ ആ വാക്ക് ഓർമ്മയുണ്ട്. സാറേ, മരിക്കാൻ കൊടുക്കരുത്, പക്ഷെ ചത്തുപോയാൽ പിന്നെ അത് പൊന്തിക്കരുത് സാർ, പിന്നെ അത് ഭാരം കൂടും, അതിനേക്കാളും ഭേദം അത് പിന്നെ പൊന്തിക്കാണ്ടിരിക്കുന്നതാ. എന്തിനാ പക്ഷെ നമ്മൾ ഈ ഒരു ഒരു നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഡിസ്ട്രിബ്യൂട്ടർ മരിക്കുന്നവരെ നോക്കിയിരിക്കുന്നത്? പിന്നെ നിങ്ങൾ തല കുത്തി പറഞ്ഞാൽ അവർ വരില്ല, നിങ്ങളുടെ മീറ്റിങ്ങിന് വരില്ല. ബിക്കോസ് ദേ ജസ്റ്റ് ഡോണ്ട് കെയർ ഫോർ യു. നിങ്ങൾ പെർഫെക്റ്റ് അല്ല, പിന്നെ എങ്ങനെയാണ് നിങ്ങളെ കെയർ ചെയ്യുക? ഞാൻ ആരെ റെസ്പെക്ട് ചെയ്യുക? എൻ്റെ സീനിയർ കറക്റ്റ് ആണെങ്കിലല്ലേ ഞാൻ എൻ്റെ സീനിയറിനെ റെസ്പെക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഐ ഡോണ്ട് നീഡ് ദാറ്റ് സീനിയർ. ഇതാണ് റിയാലിറ്റി. പിന്നെ പ്ലഷർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഇപ്പം ഞാൻ ചെറിയൊരു എക്സാമ്പിൾ എടുക്കാം. പ്ലഷർ ക്രിയേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ പാഠ്യപുസ്തകങ്ങൾ പഠിക്കാൻ എടുത്തു. കൊച്ചു കുട്ടികൾക്ക് ഇത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു സിനിമ ഒരു തവണ കണ്ടിട്ടുള്ളൂ? ഇപ്പം എക്സാമ്പിൾ ബാഹുബലി, പഴയ സിനിമയാണ്, ഞാൻ അധികം കാണാത്ത കാരണം കൊണ്ടാണ് എനിക്ക് ആ സിനിമ ഓർമ്മ, ക്ഷമിക്കുക. ബാഹുബലി ഒരേ ഒരു തവണ കണ്ടിട്ടുള്ളൂ. അതിൽ ഏതൊരു എന്തോട്ട് കാലയ്ക്ക് എന്തോട്ടം കണ്ട ഒരു പറഞ്ഞ ഒരു പേരുള്ളത്, ഒരു വൃത്തിയിട്ട പല്ലുള്ളത്, അവൻ്റെ ആ ചിരിയും, അവൻ്റെ ഈസ്ത്ര മൂസ്ത്ര എന്ന് പറഞ്ഞ ഒരു ഡയലോഗും എല്ലാ മക്കൾക്ക് ആ സ്പോട്ടിൽ ബൈഹാർട്ടായി. കാരണം എന്താണ്? അവിടെ എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് കൂടുതലും ഇവിടെ പല ആൾക്കാർ ഇപ്പോൾ എൻ്റെ വെൽനെസ് ക്ലാസ്സുകൾ പല കമ്പനിക്കാർ കേട്ടിട്ടുണ്ട്. അത്യാവശ്യം കുറച്ച് കമ്പനീസിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. പല കമ്പനീസിൽ എൻ്റെ CD ഇന്നുണ്ട്. എൻ്റെ ക്ലാസ്സുകൾ എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പക്ഷേ ബിയോണ്ട് എൻ്റർടൈൻമെൻറ്റ് ഐ ഓൾവേസ് ടു കെയർ. എപ്പോഴും എൻ്റെ മനസ്സിലൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ ആഗ്രഹിക്കുന്ന പോയിന്റ് അങ്ങോട്ട് തലയിൽ കയറണം എന്നാ. അത് ഞാൻ കയറ്റിയിട്ടുണ്ട്. അത് എങ്ങനെയാണെങ്കിലും ഞാനത് കയറ്റിയിട്ട്, കാരണം വഴക്ക് പറയുകയാണെങ്കിൽ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഒരു വശം പണ്ട് ഞാൻ ബാങ്ക് മാനേജർമാരെ ട്രെയിൻ ചെയ്യുന്ന ഒരു സമയമാണ്. അപ്പോൾ ബാങ്ക് മാനേജർമാർ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നോട് ലാസ്റ്റ് പറഞ്ഞു, സാറേ റിട്ടയർ ആവാൻ ഇനി കുറച്ച് നാളുള്ളൂ, ദയവ് ഇത് എന്നൊന്ന് ക്ഷമിക്ക്, എങ്ങനെയെങ്കിലും പാസിംഗ് മാർക്ക് കിട്ടല്ലേ വേണ്ടോ സാറേ, പ്രൊമോഷൻ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് സാലറി കിട്ടും. ഞാൻ ആളോട് ഒരു കാര്യം ചോദിച്ചു, ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല, കാരണം അത് അവരെ പേഴ്സണൽ കാര്യങ്ങളാണ്. സാറ് ഇവിടുന്ന് പോണ സമയത്ത് തൃശ്ശൂർ റൗണ്ട് വഴി കടന്നു പോകുമ്പോൾ അമ്പലത്തിൽ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ത്രീ മുല്ലപ്പൂവൊക്കെ ധരിച്ചിട്ട് ഇങ്ങനെ പോണ സമയത്ത് സാറ് നാളെ അത് ഓർമ്മ വെക്കില്ലേ സാർ എന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, നീ ആള് ശരിയല്ല,
നീ കറക്റ്റ് തന്നെ പറഞ്ഞ. അപ്പൊ എന്തായാലും ഞാനിത് പഠിച്ചിട്ടേ വരുള്ളൂ. സിമ്പിൾ ആണ്. പക്ഷെ ഏതൊരു കാര്യം വഴക്ക് പറയാതെ നമ്മൾ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെയാണ് പറയാ. പക്ഷെ നിങ്ങൾ ഹറാസ് ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഹിറ്റ്ലറിനെ പോലെ അവിടെ നിന്നാൽ അതും ഒരു വിഷമം തന്നെയാട്ടോ. അപ്പൊ അത് വഴക്ക് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല, പരിഹസിക്കാനോണ്ട് കുഴപ്പമില്ല. പക്ഷെ 10 ആൾക്കാരുടെ മുന്നിൽ ചെയ്താൽ നിങ്ങളുടെ കൂടെ അവർ ഉണ്ടാവില്ല കേട്ടോ. ആൻഡ് മേക്ക് ദം ഫീൽ ഇറ്റ് ഈസ് എ സീരിയസ് ബിസിനസ്. ജോലിക്ക് പോണ പോലെ തന്നെയാണ് ഇവിടെ പലരും വർക്ക് ചെയ്യാത്തതിന്റെ മെയിൻ കാരണം. ഒരു പക്ഷെ ഒരു ദിവസം ഒരു പ്രൊഡക്റ്റ് വിറ്റാൽ 500 രൂപ ലാഭം കിട്ടും. ആ സ്ഥാനത്ത് എവിടെയോ ജോലി ചെയ്തിട്ട് രാവിലെ മുതൽ വൈകുന്നവരെ പട്ടീൻ്റെ പോലെ പണിയെടുത്തിട്ട് അവരെ വായിലുള്ളതെല്ലാം കേട്ടിട്ടും നമുക്ക് കിട്ടുന്നത് ദിവസം 500 ആണ്. ഇവിടെ അച്ചിങ്ങ വലിയ എഫേർട്ടില്ലാതെ കിട്ടുന്നതാണ്. പക്ഷെ ആ സീരിയസ്നെസ് അവർക്ക് മനസ്സിലാവാത്ത കാരണം കൊണ്ടാണ് പലരും അത് സീരിയസ് ആയിട്ട് ചെയ്യാത്തത്. എല്ലാ ദിവസവും എക്സ്ട്രാ ടൈം അവർ വർക്കൗട്ട് ചെയ്താൽ ഒരു ക്ലോസിങ്ങിലും കിട്ടാൻ പറ്റാത്ത ഒരു ദിവസം ഇല്ലേ ഉണ്ടായാൽ പോലും അടുത്ത ദിവസം നമ്മൾ അതിനെ കമ്പൻസേറ്റ് ചെയ്യും. ഒരു കാര്യം മനസ്സിലാക്കുക, ഏതൊരു കോണിപ്പടി കയറുന്ന സമയത്ത് ബുദ്ധിമുട്ട് തന്നെ. ഹിമാലയം കാണുമ്പോൾ ഭയങ്കര വലിപ്പം തന്നെയാ. ഇമ്പോസിബിൾ ആണ്. എന്തോരം മലകൾ കടന്നിട്ട് വേണം എൻ്റെ. കാരണം സ്കൂളിലുള്ള കാലത്ത് ഞങ്ങൾ NCCയിലൊക്കെ ഉള്ള സമയത്ത് മൗണ്ടനിയറിങ്ങിന് പോകും. ഒരു മല കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആലോചിക്കും, ഓ തീർന്നു, എവിടെ തുടങ്ങിയിട്ടുള്ളോ, പിന്നെ അടുത്തത് അതിലും വലുതാ, അതിൻ്റെ അപ്പുറത്ത് അതിലും വലുതാ. അങ്ങേറ്റം എത്തണ സമയത്ത് നമ്മൾ വിചാരിക്കുന്നു വിജയിച്ചു. എവിടെ? അവിടുന്ന് പിന്നെ താഴോട്ട് നോക്കുമ്പോൾ എൻ്റെ ദൈവം, ഇതൊക്കെ ഇറങ്ങിയിട്ട് വേണം വീണ്ടും അടുത്ത ഏരിയയിലേക്ക് പോകാൻ. അപ്പൊ സീരിയസ് ആയിട്ട് എടുത്താൽ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് ചാലഞ്ച് ചെയ്യാൻ നമ്മൾ ഒരുമിച്ചുണ്ടോ. ഐ ആം വിത്ത് യു. ഞാൻ നിങ്ങളെ കൈവിടാൻ വേണ്ടിയിട്ട് വന്നവരല്ല. നിങ്ങൾ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സീരിയസ് ആയിട്ട് നിൽക്കണം. 100% ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നിങ്ങളിത് സീരിയസ് ആയിട്ട് ചെയ്യും. പാർട്ട് ടൈം ആണെങ്കിലും ഡു ഇറ്റ്. ഞാൻ എന്താ ചെയ്യണമെന്ന് പറ, ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ടി എക്സ്ട്രാ ക്ലാസ്സുകൾ നമ്മൾ ജോയിൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പണ്ട് ഒരു കമ്പനി ഉണ്ടായിരുന്നു. ആ കമ്പനിക്ക് വേണ്ടി ഇങ്ങനെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു പോലീസ് ഓഫീസർ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ആൾക്കാരോട് പറഞ്ഞതാ, ഈ സാറിൻ്റെ ഒരു ക്ലാസ് കേൾക്കാൻ ഞാൻ പണ്ട് 10,000 രൂപ കിട്ടിയിട്ടുണ്ട് സാറേ. സാറിന് എന്നെ നേരിട്ട് അറിയില്ലെങ്കിൽ പോലും ഞാൻ സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സേലത്തിൽ വെച്ചിട്ടാണ്. ആൻഡ് ഐ പെയ്ഡ് 10,000 ഇന്ത്യൻ റുപ്പീസ് സാറിൻ്റെ ഒരു 5 മണിക്കൂറത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. അദ്ദേഹത്തിന് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലായി. പക്ഷെ പലർക്കും അതിൻ്റെ സീരിയസ്നെസ് അത് മനസ്സിലാവില്ല. അപ്പോൾ എക്സ്ട്രാ ക്ലാസ്സുകൾ വേറെ കമ്പനിക്കാർ എടുക്കുന്നുണ്ടെങ്കിൽ, വേറെ മോട്ടിവേറ്റർമാർ എടുക്കുന്നുണ്ടെങ്കിൽ, പല മോട്ടിവേറ്റർ ഉണ്ട്. അവരെ പേരുകൾ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല. 1,00,000 രൂപയാണ് അവരുടെ ഫീസ് ഒരു ദിവസത്തെ വർക്ക്ഷോപ്പ്. ചിലവരുടെ 5-10 ലക്ഷം രൂപയാണ് അവരുടെ ഫീസ് 3 ദിവസത്തെ വർക്ക്ഷോപ്പ്. അത് അറ്റൻഡ് ചെയ്യാൻ ആയിരക്കണക്കിന് ആൾക്കാരുണ്ടെന്നാലും ഇവിടെ ഈ ക്ലാസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത് കാണാൻ പോലും നേരില്ല എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം എത്രത്തോളം സീരിയസ് ആണ് ആൾക്കാർ. കാരണം ഇത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു സ്റ്റഡി തന്നെയാണ്. ഐ ആം സ്റ്റഡിങ് പീപ്പിൾ. എന്നെ സംബന്ധിച്ചും ഇത് പഠനം തന്നെയാണ്. അപ്പൊ ടു ബിക്കം എ ബില്യണിയർ വി നീഡ് ടൈം ആൻഡ് മണി. കോടീശ്വരൻ ആവണമെങ്കിൽ നമ്മുടെ കയ്യിൽ സമയവും പൈസ ഉണ്ടായേ പറ്റൂ. എപ്പോഴും ഫ്രീ ക്ലാസ്സും ഫ്രീ ഇത് മാത്രം, ഫ്രീ ഫുഡ്, ഫ്രീ മെഡിസിൻ, ഫ്രീ ട്രാവൽ ആയാൽ നമ്മൾ നശിച്ചു പോകും. ഒരു കുട്ടിയും ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ ഫ്രീ ആയിട്ട് ജനിക്കില്ല. ഒരുപാട് വേദനകൾ, വിഷമങ്ങൾ പേരൻസ് അനുഭവിക്കുന്നു. ഒരു മരണം പോലെ ഇവിടെ ഫ്രീ അല്ല സാർ. ഏതെങ്കിലും കാട്ടിൽ വെച്ച് മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും പുലികൾ നമ്മളെ തിന്നു തീർക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ചെലവുണ്ട്, അതിന്റെ കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കർമ്മമാണ്. ഒന്നും ഫ്രീ അല്ല. ഈ ഫ്രീ സർവീസ് ആണ് നമ്മുടെ ഏറ്റവും വലിയ ഫെയിലിയർ വരാനുള്ള മെയിൻ കാരണം. ഈ ഫ്രീ സർവീസ് ആണ് നമ്മുടെ ഫെയിലിയർ. ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, പല സ്ഥാപനങ്ങൾ വളർന്ന സമയത്ത് ഒരു പക്ഷേ ഫ്രീ ആയിരിക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ ഒരു പക്ഷെ അതിൽ നിന്ന് ഔട്ടായിട്ടുണ്ടാവും. ആ കമ്പനിയിൽ നല്ല പുലികുട്ടികൾ കയറിയിട്ട് അത് നല്ല രീതിയിൽ നല്ല ലെവലിൽ വളർന്നിട്ടുണ്ടാവും. പിന്നെ നമ്മൾ അതേ സ്ഥാപനത്തിൽ തിരിച്ച് മടങ്ങുമ്പോൾ
വലിയ തുക കൊടുത്തിട്ടായിരിക്കും കയറേണ്ടി വരുന്നത്. ഒന്നും ഫ്രീ ആയിട്ട് വരില്ല മാഷെ. സോ യു ഹാവ് ടു ടേക്ക് ദ ടൈം. നിങ്ങൾക്കൊരു ക്ലാസ് ഫ്രീ ആയിട്ട് കിട്ടാണ്, നിങ്ങൾക്കൊരു കോഴ്സ് ഓൺലൈനായിട്ട് ഇതിൽ കിട്ടാണ്. നിങ്ങൾ അതിന് പോലും സമയം നിങ്ങൾക്ക് ചെലവ് ചെയ്യാൻ പൈസ അല്ലെങ്കിൽ നിങ്ങൾ എന്നാ രക്ഷപ്പെടാം? നിങ്ങൾ ഒരിക്കലും രക്ഷപ്പെടില്ല. സോറി, ഇതൊരു സത്യമാണ്. ഞാൻ ഈ എഫേർട്ട് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് ഞാൻ ഈ എഫേർട്ട് ഇടുന്നത് എന്തിനു വേണ്ടിയിട്ടാ? 100% എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഞാൻ ആ ലക്ഷ്യത്തിലേക്ക് എത്തിയേ പറ്റൂ. എൻ്റെ കൂടെ ആരുണ്ടെന്ന് എനിക്ക് വിഷയമില്ല. എൻ്റെ കൂടെ എൻ്റെ ആൾക്കാരുണ്ടോ, എൻ്റെ പ്രസ്ഥാനം ഉണ്ടോ, ഇതൊന്നും എൻ്റെ മൈൻഡിലില്ല സത്യം പറഞ്ഞാൽ. എനിക്കൊരു ലക്ഷ്യമുണ്ട്. വേൾഡ് നമ്പർ 1 ആൻഡ് ഐ വിൽ ബി. ആൻഡ് ഐ എം ഡൂയിങ് ഓൾ ദിസ് ഫോർ ഇറ്റ്. അല്ലാണ്ട് ചിന്തിച്ചു നോക്കിയ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അത് വെറുതെ കേൾക്കാൻ പോലും എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമുള്ളത്? അപ്പൊ എന്ത് വസ്തുവാണെങ്കിലും യു നീഡ് ടൈം, വർക്ക്, മണി, എവറിത്തിങ്. ഹാർഡ് വർക്ക് ഇല്ലാതെ നമുക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല. അപ്പൊ ലീഡേഴ്സിനെ തിരിച്ചറിയേണ്ടത് അങ്ങനെയാണ്. ഒരു യഥാർത്ഥ ലീഡർ ഏതൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും അത് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യും. പരമാവധി അത് ഉപയോഗിക്കും. അതിനെ ഊറ്റി പിഴിഞ്ഞെടുക്കൂട്ട. ഇതിൽ ഈ ക്ലാസ് കേൾക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളുടെ കമൻസ് ഇടണം. കാരണം നിങ്ങൾ ഏത് വ്യക്തിയാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ക്വാളിറ്റി വ്യക്തിയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇതിൻ്റെ അഭിപ്രായം പറയണം. ഈ എപ്പിസോഡ് കണ്ടതിന് ശേഷം എനിക്ക് എന്ത് കിട്ടിയെന്ന് നിങ്ങൾ അഭിപ്രായം ഇടണം. കാരണം ഇതിൽ ഇമ്പ്രൂവ്മെന്റ്സ് ആവശ്യം നിങ്ങൾ ഉറപ്പായിട്ട് ഞാനും ചെയ്യും. അതെൻ്റെ ആവശ്യമാണ്. അപ്പൊ ഒന്ന് മാത്രം മനസ്സിലാക്കാം, പീപ്പിൾ ആസ്കിങ് ഫോർ ഫ്രീ സർവീസ് വോണ്ട് ലോസ്റ്റ്. ഞാൻ ജോയിൻ ചെയ്യാം. എൻ്റെ ജോയിനിങ് പ്രൊഡക്റ്റുകൾ നിങ്ങൾ തരോ? ഞാൻ ജോയിൻ ചെയ്യാം. ആയിരക്കണക്കിന് ആൾക്കാരുണ്ട്. പവർ ലൈൻ എനിക്ക് തരോ? ഞാൻ ജോയിൻ ചെയ്യാം. എനിക്ക് ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റുകൾ കുറെ കിട്ടോ? ഞാൻ ജോയിൻ ചെയ്യാം. എൻ്റെ ചെലവുകളൊക്കെ ട്രാവലിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ എടുക്കോ? സി, അതിൽ നിന്ന് 1-2% കയറിയാൽ കയറിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതാണ് റിയാലിറ്റി. അത് എന്താ കാര്യം വെച്ചാൽ ദേ തിങ്ക് ഐ എം ഡൂയിങ് ഫോർ ദ ലീഡർ, ദേ ഡോണ്ട് ഫീൽ ഇറ്റ് ഈസ് ഫോർ മീ. ഇവിടെ ഒരു കാര്യം ചിന്തിക്കുക, അങ്ങനെ ചോദിക്കുന്നോൻ, അങ്ങനെ ഓഫർ ചോദിക്കുന്നോൻ യഥാർത്ഥത്തിൽ അവൻ എന്താണ് ചോദിക്കണമെന്നറിയോ? അവൻ പറയുന്നത് ഞാൻ തനിക്ക് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ തൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടാണോ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. യഥാർത്ഥത്തിൽ അവൻ ഈ ജോയിനിങ് എടുക്കുന്നത് അവന് വേണ്ടിയിട്ട് അല്ല. അതിൻ്റെ അർത്ഥം അവൻ സീരിയസ് അല്ല. ത്രോ ദാറ്റ് പേഴ്സൺ, because you will waste your time and money on him. Throw him out. നിങ്ങളവിടെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാണ്. ഇതാണ് ഒരു റിയാലിറ്റി. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാൻ വീണ്ടും ഒന്ന് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ ഓരോ എപ്പിസോഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ ഓരോ എപ്പിസോഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ ആ എപ്പിസോഡിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ കമൻസ് നിങ്ങൾ ഇടുക. അതുകൊണ്ട് എനിക്ക് 2 ഗുണമുണ്ട്. ആരാണ് നോക്കുന്നത്, ആരാണ് ശ്രദ്ധിക്കുന്നത്. പേഴ്സണലായിട്ടുള്ള എന്തെങ്കിലും നമ്പേഴ്സോ കാര്യങ്ങളോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 100% നിങ്ങൾക്ക് അതിൽ മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ ഇടാവുന്ന വിഷയമുള്ളൂ. ബിക്കോസ് വിജയിക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളുടെ ആവശ്യമാണ് വിജയിക്കേണ്ടത്. എൻ്റെ ആവശ്യമാണ് വിജയിക്കേണ്ടത്. കാരണം എൻ്റെ ആവശ്യത്തിന് നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കാണ്ടിരിക്കുക എനിക്കത് വിഷയമില്ല. കാരണം ഞാൻ വിജയിക്കുന്നത് അത് എൻ്റെ കോൺഫിഡൻസാണ്. നിങ്ങൾ വിജയിക്കണമെങ്കിൽ അത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അപ്പോൾ ഷെയർ ചെയ്യുക. എന്നിട്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഇതിൻ്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ക്ലാസ് ഞാൻ നിർത്തുന്നു. താങ്ക് യു വെരി മച്ച് ഫോർ ലിസ്ണിംഗ് ടു മീ ടു ദ എൻഡ്. അവസാനം വരെ കേട്ടതിന് നന്ദി. അത് പ്രത്യേകിച്ച് ഞാൻ നന്ദി നിങ്ങളോട് പറയും. താങ്ക് യു.